പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്ത് ഇനി നമ്മൾ പുതിയതായിട്ടൊരു ടോപ്പിക് പഠിക്കാൻ പോവാണ്. കമ്പനി അക്കൗണ്ട്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരാള് ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഒരു പാർട്ട്നേഴ്സ് തമ്മിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്, ഇനി ഒരു കമ്പനി അല്ലെ, കമ്പനി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെയും കാട്ടും. സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാല് ഒരാൾ ഒറ്റയ്ക്ക് ബിസിനസ് തുടങ്ങുക, അതാണ് സോൾ പ്രൊപ്രൈറ്റർ. അതിനേക്കാളും പാർട്ട്ണർഷിപ്പിനേക്കാളും ഏറ്റവും കൂടുതൽ എന്താ പറയാ, ക്യാപിറ്റലും അതേപോലെ റിസ്ക് ഉള്ള ഒരു ഒന്നാണ് എന്ത്, കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് അല്ലെ. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഹ്യൂജ് ക്യാപിറ്റൽ ആവശ്യമാണ്. അതേപോലെ എന്താണ് ലാബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് കൂടുതലാണ് അല്ലെ, കമ്പയറിങ് ടു മറ്റു കാര്യങ്ങളിൽ. അപ്പൊ നമ്മൾ ഇനി കമ്പനിയിലേക്കാണ് പോകുന്നത്. കമ്പനി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് വലിയ വലിയ കമ്പനീസ് നിങ്ങളുടെ അറിവിലുണ്ടാവും. അപ്പൊ ഏതൊക്കെയാ കമ്പനീസ് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. ഏതൊക്കെയാണ്, നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കമ്പനീസ് ഏതൊക്കെയാന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. അപ്പൊ കമ്പനി എന്ന് പറയുന്ന സമയത്ത് അതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എ കമ്പനി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഫോംഡ് ടു ക്യാരി ഓൺ ബിസിനസ് ടു ഏൺ പ്രോഫിറ്റ് ഓർ ഫോർ നോൺ പ്രോഫിറ്റ്. കമ്പനി എന്ന് പറയുന്നത് എപ്പോഴും പ്രോഫിറ്റിന് വേണ്ടി മാത്രമുള്ളതല്ല, നോൺ പ്രോഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനിയും നമ്മളുടെ ഇടയിലുണ്ട് അല്ലെ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു വോളണ്ടറി അസോസിയേഷൻ ആണ്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ സ്വമേധയാ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. നമ്മൾ പാർട്ട്നേഴ്സ് എന്നല്ല കമ്പനീന്റെ കേസിൽ പറയാ, പാർട്ട്നേഴ്സിന് പകരം, പാർട്ട്നേഴ്സ് പറഞ്ഞാൽ ഇപ്പൊ മാക്സിമം ഒരു 4-5 അങ്ങനെയൊക്കെയല്ലേ വരുള്ളൂ. കമ്പനി എന്ന് പറയുന്നത് വലിയ കുറെ ആൾക്കാർ കൂടിയിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പനീന്റെ ഷെയർ വാങ്ങാൻ പറ്റും. മീൻസ് കമ്പനീന്റെ ക്യാപിറ്റലിന്റെ ഒരു ഭാഗം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ പാർട്ട്നേഴ്സ് ആവാം, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആവാം. പാർട്ട്നേഴ്സ് എന്ന് പറയാൻ പാടില്ല, ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറയാ. ഇനി നമുക്ക് കമ്പനീന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തത്. ആസ് പെർ ദ കമ്പനീസ് ആക്ട് 1956, എ കമ്പനി ഈസ് ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് 1956 എന്നുള്ളത് ഓർത്ത് വെക്കണം, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് ഒരു വോളണ്ടറി അസോസിയേഷൻ ഓഫ് പീപ്പിൾസ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ് കമ്പനീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്? 8 ഫീച്ചേഴ്സ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് തിയറി ആയിട്ട് ചോദിക്കാൻ പറ്റിയ കമ്പനീന്റെ ഭാഗത്തു നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും പഠിച്ചു വെക്കണം. ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാലേ. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നാച്ചുറൽ അല്ല അല്ലെ. നമ്മളൊക്കെ നാച്ചുറൽ ഹ്യൂമൻ ബീങ്സ് ആണ് നമ്മളൊക്കെ, പക്ഷെ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആണ് ആര്, കമ്പനി എന്ന് പറയുന്നത്. പിന്നെന്താണ് ഇൻകോർപ്പറേറ്റഡ് ബോഡി. ഇതൊരു ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്, അതായത് എല്ലാം കൂടി ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ളതാണ്. ദെൻ ക്യാപിറ്റൽ ഡിവിസിബിൾ ഇൻ ടു ഷെയർസ്. വലിയ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും അല്ലെ, ചിലപ്പോ എത്രയോ ലക്ഷങ്ങളോ കോടികളൊക്കെ ആയിരിക്കും അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് ചെറിയ ചെറിയ ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, അതായത് ഞാനിപ്പോ ഏതെങ്കിലും നല്ല ടോപ്പിൽ നിൽക്കുന്ന ഒരു കമ്പനീന്റെ ഷെയർ വാങ്ങി വിചാരിച്ചോ, അപ്പൊ എനിക്കിത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോ ഷെയർ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ എന്റെ ഷെയർ ഞാനിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഷെയർ ചെയ്തിട്ട് അതിന്റെ ക്യാഷ് എമൗണ്ട് എനിക്ക് വാങ്ങാൻ പറ്റും. അതാണ് ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത്. പെർപെച്വൽ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലത്തേക്ക് കമ്പനി എക്സിസ്റ്റ് ചെയ്യും. ഇന്ന് തുടങ്ങിയിട്ട് നാളെ പൂട്ടി പോകേണ്ട ഒന്നാണോ കമ്പനി? അല്ല, ഒരുപാട് കാലത്തേക്ക് എന്ത് ചെയ്യാണ്, ഇതിന് എക്സിസ്റ്റൻസ് ഉണ്ട്. ലിമിറ്റഡ് ലാബിലിറ്റി, അത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ വാങ്ങിയ ഷെയറിന്റെ മേലെ മാത്രമേ എനിക്ക് ലാബിലിറ്റി ഉണ്ടാവുള്ളൂ. ഞാനിപ്പോ ചെറിയൊരു ഷെയർ ആണ് വാങ്ങിയെങ്കിൽ അത്രയും ലാബിലിറ്റി എനിക്ക് ഉണ്ടാവുള്ളൂ. കാരണം ഏറിപ്പോയാൽ ആ ക്യാഷല്ലേ പോവുള്ളൂ, ബാക്കി വലിയ കോടികളുടെയും ലക്ഷങ്ങളുടെയും കണക്കൊന്നും എന്റെ കയ്യിൽ നിന്ന് പോകുന്നില്ലല്ലോ. അതാണ് ലിമിറ്റഡ് ലാബിലിറ്റി. ഒരു മാനേജ്മെന്റ്, കൃത്യമായിട്ടുള്ള ഒരു മാനേജർ ഉണ്ടായിരിക്കും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇതൊക്കെ കമ്പനീന്റെ ഫീച്ചർ ആണ്. പിന്നെ കോമൺ സീല് അല്ലെ, നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു സ്കൂൾ ആണെങ്കിലും ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാത്തിനും അതിൻ്റെതായ പേരിൽ ഒരു സീൽ ഉണ്ടാവും അല്ലെ. അതേപോലെ കമ്പനിക്ക് കമ്പനീൻ്റെതായ പേരിൽ ഒരു സീൽ ഉണ്ടാവും. കമ്പനി എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അല്ല, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പൊ കമ്പനിക്ക് എന്താണ്, സ്വന്തമായിട്ട് സൈൻ ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മളൊക്കെ സൈൻ ചെയ്യുന്ന പോലെ കമ്പനിക്ക് സൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കമ്പനിക്ക് എന്ത് കൊടുത്തു, ഒരു സീല് കൊടുത്തു, കോമൺ സീല് കൊടുത്തു. അതായത് കോമൺ സീൽ മീൻസ് ഏത് എഗ്രിമെന്റ് ആണെങ്കിലും ഈ സീലാണ് നമ്മൾ വെക്കുക. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് കമ്പനീസ് ആണ്. 3 തരത്തിലുള്ള കമ്പനീസ് ആണ് വരുന്നത്.
on the basis of formation, on the basis of liability, on the basis of ownership. അങ്ങനെ 3 ബേസിസിൽ കമ്പനീസ് വരുന്നുണ്ട്. അതില് on the basis of formation എന്ന് പറയുമ്പോൾ അതിന്റെ അണ്ടറിൽ വരുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോന്റെ അടിസ്ഥാനത്തിൽ, ഒരു സ്പെഷ്യൽ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന കമ്പനീസ് ആണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. എക്സാമ്പിൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയുടെ എക്സാമ്പിൾ ആണ്. രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറഞ്ഞാൽ എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956. 1956 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഏതൊരു കമ്പനിയെ നമുക്ക് രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറയാം. ഓൺ ദ ബേസിസ് ഓഫ് ലാബിലിറ്റിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനി, കമ്പനി അണ്ടർ സെക്ഷൻ 25, ഇങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലിമിറ്റഡ് ബൈ ഷെയർ എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, അതായത് അവരുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് ആ ഷെയറിന്റെ മേലെ ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ 1000 rupees ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് മാക്സിമം പോകാനുള്ള ക്യാഷ് പറഞ്ഞാൽ 1000 ആയിരിക്കും. അതിൽ കൂടുതൽ ഞാൻ ലാബിൾ അല്ല. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാല് the liability of each member of such company is limited to the extent of guarantee undertaken by the member. It may arise in the event of being wound up. അതായത് ഇവർ തമ്മിൽ ഒരു ഗ്യാരണ്ടി ഉണ്ടാവും. ഈ പാർട്ട്നേഴ്സ് പറയാൻ പാടില്ല, ഷെയർ ഹോൾഡേഴ്സ് തമ്മിൽ ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ ഇതുണ്ടാവും. അതിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാവുക, ഈ ഒരു കമ്പനി. അൺലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാബിലിറ്റീസ് ഓഫ് ദ മെമ്പേഴ്സ് അൺലിമിറ്റഡ് ആയിരിക്കും. അതായത് ലാബിലിറ്റി എത്ര വേണമെങ്കിലും ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കമ്പനീസ് അണ്ടർ സെക്ഷൻ 25 എന്ന് പറഞ്ഞാല് എ കമ്പനി ക്രിയേറ്റഡ് അണ്ടർ ദ സെക്ഷൻ 25 is to promote art, culture and societal aims. ആർട്ടിനെയും കൾച്ചറിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട് അല്ലെ, അതാണ് സെക്ഷൻ 25 പറയുന്ന കമ്പനീസ് എന്ന് പറയുന്നത്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി എന്ന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, ഗവൺമെന്റ് കമ്പനി, ഫോറിൻ കമ്പനി, ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനി, ലിസ്റ്റഡ് കമ്പനി ആൻഡ് അൺലിസ്റ്റഡ് കമ്പനി. അത്രയും ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കാം, ഇവിടെ എല്ലാം നമുക്ക് ഇവിടെ എഴുതാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പബ്ലിക് കമ്പനി എന്താണ്, പ്രൈവറ്റ് കമ്പനി എന്താന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണത്. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്, ഒരു പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട മിനിമം നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനിയിലേക്ക് വേണ്ടത് 7ഉം പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എത്രയാണ്, 2 ആണ് വരുന്നത്. ഇനി മാക്സിമം നമ്പർ ഇവിടെ നോ ലിമിറ്റ്, എത്ര വേണമെങ്കിലും ആവാം. ഇവിടെ എത്രയാണ്, 50 ആണ്. നെയിം, ദ വേർഡ് ലിമിറ്റഡ് ഈസ് യൂസ്ഡ്. പബ്ലിക് കമ്പനീന്റെ അവസാനം ഇപ്പം ABC കമ്പനി ആണെങ്കിൽ ABC ലിമിറ്റഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. പ്രൈവറ്റ് ആണെങ്കിൽ ABC പ്രൈവറ്റ് ലിമിറ്റഡ് LTD എന്നുള്ള വേർഡ് നിർബന്ധമായിട്ട് യൂസ് ചെയ്തിരിക്കണം. പിന്നെ ഇതെങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തത്, ഇറ്റ് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ബിസിനസ് ഓൺലി ആഫ്റ്റർ ഗെറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ് ക്യാൻ കമൻസ് ഇറ്റ്സ് ബിസിനസ് ആസ് സൂൺ ആസ് ഒബ്റ്റെയിൻ ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. രണ്ടും അങ്ങനെ തന്നെയാണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയാലേ 2 ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പബ്ലിക് കമ്പനീന്റെ ഷെയർസ് നമുക്ക് ഈസിലി ട്രാൻസ്ഫറബിൾ ആണ്. ഇത് ഈസിലി ട്രാൻസ്ഫറബിൾ അല്ല, കുറച്ച് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ അറ്റ്ലീസ്റ്റ് 3 ഡയറക്ടേഴ്സ്, ഇവിടെ 3 ഡയറക്ടേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. ഇവിടെ 2 ഡയറക്ടേഴ്സ് ആണ് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ഹാവ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 5 lakh rupees. 5 lakh rupees ആണ് ഇവിടെ എന്ത് വരുന്നത്, ക്യാപിറ്റലിന്റെ എമൗണ്ട് വരുന്നത്. ഇവിടെ 1 lakh ആണ്, മിനിമം ആണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കാം. നിങ്ങൾക്ക്
എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടും അല്ലാതെ വൺ വേർഡ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്പേഴ്സ് പഠിച്ചിരിക്കുക, ഡയറക്ടേഴ്സിന്റെ നമ്പേഴ്സ് എത്രയാണ്, പിന്നെ അതേപോലെ തന്നെ മെമ്പേഴ്സിന്റെ എത്ര മാക്സിമം എത്ര പോവാ ഇതൊക്കെ ചോദിക്കും. ഇനി നമുക്ക് ഷെയറിനെ പറ്റിയാണ് പഠിക്കാനുള്ളത് അല്ലെ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഷെയർ അല്ലെ. എന്താണ് ഷെയർ? ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയൂലേ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വലിയൊരു കമ്പനിയാ വിചാരിച്ചോ. ആ കമ്പനിക്ക് ഒരു 10 lakh ആണ് അതിന്റെ ക്യാപിറ്റൽ വിചാരിച്ചോ. ഇതിനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയാ. എന്താണ് ഷെയർ ക്യാപിറ്റൽ? ഈ ഷെയർ ക്യാപിറ്റല് ഒന്നിച്ചൊരാൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് അതിനെ നമ്മൾ ചെറിയ ചെറിയ ഷെയർസ് ആക്കി മാറ്റും. ഇതിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. ഈ മൊത്തത്തിലുള്ള എമൗണ്ടിനെ ഷെയർ ക്യാപിറ്റൽ എന്നും ചെറിയ ചെറിയ എമൗണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് മാറ്റുകയാണെങ്കിൽ അതിനെ ഷെയർ എന്നാണ് പറയുന്നത്. The company divides its capital into units of equal denominations. Each unit is called share. ഓരോ യൂണിറ്റിനെ നമ്മൾ എന്താ പറയാ? ഷെയർ എന്നാണ് പറയാം. മെയിൻ ആയിട്ട് നമുക്ക് 2 തരത്തിലുള്ള ഷെയർസ് ആണ് പഠിക്കാനുള്ളത്. ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. ഇക്വിറ്റി ഷെയർ ആദ്യം തന്നെ പ്രിഫറൻസ് ഷെയർസ് പറയാം. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളിപ്പോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ നമുക്ക് കുറച്ച് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉണ്ടാവും. അതായത് കുറച്ച് റൈറ്റ്സ് കൂടുതൽ ആർക്കുണ്ടാവും? ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാവും. സച്ച് ടൈപ്പ് ഓഫ് ഷെയർസ് ഹാവ് പ്രയോറിറ്റി ഇൻ ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ബിഫോർ എനി അതർ ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ദെയർ പേയ്മെന്റ് ബൈ ഡിവിഡൻഡ്. അതായത് നമുക്ക് ഡിവിഡൻഡ് കിട്ടാന് അതായത് ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടുന്നതിനെക്കാട്ടും ആദ്യം നമുക്ക് ഡിവിഡൻഡ് കിട്ടാനുള്ള ഒരു പ്രിഫറൻസ് അവിടെ ഉണ്ടാവും. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു പ്രിഫറൻസ് അവിടെ ഉണ്ടാവും. പക്ഷെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെയാണ്? എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ആണ് ആർക്ക് കിട്ടുക പ്രോഫിറ്റ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുക. പിന്നെ അവരുടെ ഡിഫറൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി, അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇനി ഇഷ്യൂ ഓഫ് ഷെയർസ്. ഒരു ഷെയർ നമ്മൾ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുക? അതിന് ഒരുപാട് ജേർണൽ എൻട്രീസ് പഠിക്കാനുണ്ട്. ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് ആ ജേർണൽ എൻട്രീസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് എൻട്രീസ് അല്ലെങ്കിൽ ഒരു കമ്പനി നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് എടുക്കേണ്ടത്? ഫസ്റ്റ് എന്താണ്? ഓൺ റെസിപ്റ്റ്സ് ഓഫ് അപ്ലിക്കേഷൻ മണി. ഒരു ബിസിനസ് പറയാണ്, ഒരു കമ്പനി പറയാണ് ഞങ്ങള് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോവാന്ന് പറയാണ്. അപ്പോ സ്റ്റാർട്ടിങ്ങിൽ അവര് വാങ്ങുന്ന ഒരു എമൗണ്ട് ഉണ്ട്, അതിനെയാണ് നമ്മൾ അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് ഷെയർ വാങ്ങുന്നതിന് മുന്നേ നമ്മളിപ്പോ രജിസ്ട്രേഷൻ ഫീ എന്നൊക്കെ പറയുമ്പോൾ ഒരു അപ്ലിക്കേഷൻ മണി ഇവര് വാങ്ങും. അതിന്റെ എൻട്രി ഓൺ റെസിപ്റ്റ്സ് ഓഫ് അപ്ലിക്കേഷൻ മണി. കമ്പനി അപ്ലിക്കേഷൻ മണി വാങ്ങുന്ന സമയത്തുള്ള എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. കയ്യിലേക്ക് ക്യാഷ് ആണ് വരുന്നത്, അത് ബാങ്കിലേക്കാണ് പോകുന്നത് ഷെയർ അപ്ലിക്കേഷന്റെ രൂപത്തിൽ. എൻട്രീസ് അങ്ങനെ തന്നെ കാണാതെ പഠിക്കട്ടോ, ഒരു രക്ഷയില്ല, പഠിച്ചാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ടു ഷെയർ ക്യാപിറ്റൽ. റിസീവ് ചെയ്തിട്ടേ ഉള്ളൂ. ഈ റിസീവ് ചെയ്ത അപ്ലിക്കേഷൻ മണി നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റണം? ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റണം. അപ്പൊ എന്താ വരിക? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇനി ഫോർ റീഫണ്ട് ഓഫ് ദ അപ്ലിക്കേഷൻ മണി. അപ്ലിക്കേഷൻ മണി നമ്മൾ കൊടുത്ത്, നിങ്ങളാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്ന്, അപ്പോ എനിക്കത് വേണ്ട, അത് റീഫണ്ട് വേണമെന്ന് പറയാച്ചോ. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത അക്കൗണ്ടിങ് എൻട്രിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് റീഫണ്ടിന്റെ സമയത്ത് വരിക. ഷെയർ അപ്ലിക്കേഷൻ ടു ബാങ്ക്. നേരത്തെ ബാങ്ക് ടു ഷെയർ അപ്ലിക്കേഷൻ അല്ലായിരുന്നോ? ഇതെന്തായി? ഷെയർ അപ്ലിക്കേഷൻ ടു ബാങ്ക് ആയി. ഇനി അലോട്ട്മെന്റ്. ഇനിയാണ് നമ്മുടെ അലോട്ട്മെന്റ് മണി വരുന്നത്. അപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് ഉണ്ടാവും, സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ടാവും, തേർഡ് അലോട്ട്മെന്റ്, അങ്ങനെ അലോട്ട്മെന്റ് എത്ര വേണമെങ്കിലും ആവാം. അപ്പൊ അതെന്ന് പറയുന്നത് ഒന്നിച്ച് നമ്മൾ പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല, ഓരോരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ്, അല്ലെങ്കിൽ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് കോൾ എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ എമൗണ്ട് നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതി. അതില്
When allotment money due എന്ന് പറയുമ്പോൾ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇനി ഓൺ റെസിപ്റ്റ്സ് ഓഫ് അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്കിലേക്കാണ് വരുന്നത് ഷെയർ അലോട്ട്മെന്റ്. അപ്പോ ഈ അക്കൗണ്ടിങ് എൻട്രീസ് ഇനിയും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, കുറച്ച് എൻട്രീസ് ആണ് പറഞ്ഞത്. അപ്പൊ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, കവർ ചെയ്യാം. അതും കൂടി പഠിച്ചാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു തവണ എൻട്രീസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരുന്ന എല്ലാ പ്രോബ്ലത്തിലും എന്താണ്, സെയിം എൻട്രീസ് തന്നെയാണ് നമുക്ക് ഫോളോ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമ്മളിപ്പോ ജസ്റ്റ് തിയറി മാത്രമാണ് പറഞ്ഞത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ കൂടുതൽ ചെയ്തു നോക്കാം. അപ്പൊ കൂടുതൽ ക്ലിയർ ആവും. അപ്പൊ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാന്ന് വിചാരിക്കുന്നു. താങ്ക് യു.